നല്ല മഴയല്ലേ, പുറത്തേക്ക് നോക്കിയേ, നല്ല മഴയാ. ഈ മഴയത്ത് കാറിൽ പോകാൻ കഴിക്കാൻ നല്ല രസമാ. നമുക്ക് ടൗണിൽ പോയാലോ? ഓ, എന്റെ കുട്ടിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? എന്നത് നടത്തിയിട്ട കാര്യം. പപ്പയും രണ്ടുപേരും എങ്ങോട്ടും വേണ്ട, വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. അയ്യോ, അമ്മ പോലീസ് ഓർഡർ ഇട്ടല്ലോ, നീ എന്തു ചെയ്യും? അമ്മേ പ്ലീസ്, ഞങ്ങൾ ഇപ്പൊ വരാം. വേണ്ട വേണ്ട, അല്ലാതെ വിള്ളലും മണ്ണിടിച്ചിലും വരുന്ന സ്ഥലമാ. മലയോരത്തുള്ളവർ ശ്രദ്ധിക്കണമെന്ന് വാർത്തകൾ കേട്ടില്ലേ? അമ്മ പറഞ്ഞാലും കാര്യമില്ല മിന്നു, നമുക്കിപ്പോ പോണ്ട. മഴയൊക്കെ മാറിയിട്ട് അച്ഛൻ മോളെ ബീച്ചിലേക്കൊക്കെ കൊണ്ടുപോകാം. ഇപ്പൊ വാ, നമുക്ക് ഉറങ്ങാം. അമ്മേ, പപ്പ, ഇടി വെട്ടിയതല്ല, പുറത്തെന്തോന്ന് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കട്ടെ. വേണ്ടട്ടാ, പോണ്ട, അല്ലെങ്കിൽ കറണ്ടൊന്നും ഇല്ലാത്തതാ. എന്തായാലും രാവിലെ നോക്കാം. പോണ്ട പപ്പ, പേടിയാ. മക്കൾ പേടിക്കാതെ, പപ്പ ഇപ്പൊ വരില്ലേ? പോണ്ട പപ്പ, മോൾക്ക് പേടിയാ. പപ്പ 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 പപ്പ, മോളെ എന്തിനാ കരയുന്നേ? ഇനി ആരോട് നിങ്ങൾ പറഞ്ഞോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. എന്റെ പപ്പ, എന്റെ പപ്പയെ കാണാനില്ല ടീച്ചറെ. എന്റെ പപ്പ എവിടെയാ? എന്റെ പപ്പ ഇനി വരുമോ? വരും മോളെ, പേടിക്കേണ്ട. ഇപ്പൊ മിന്നുവിന്റെ കൂടെ ഞങ്ങളൊക്കെ ഇല്ലേ, പിന്നെ മിന്നു പേടിക്കുന്നേ? മിന്നു പേടിക്കേണ്ട, കരയേണ്ട. ഹായ് മിന്നു, ഞാൻ നീല, ഞാനും മിന്നുവിന്റെ ഫ്രണ്ട് ആയിക്കോട്ടെ. ഹായ് മിന്നു, ഞാൻ ആവണി, ഞാനും മിന്നുവിന്റെ കൂട്ടുകാരായിക്കോട്ടെ. അസ്സലാമു അലൈക്കും മിന്നു, ഞങ്ങൾ മിന്നുവിന്റെ ഫ്രണ്ട്സാ. ഇനി മിന്നുവിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. അതെ, ഒപ്പമുണ്ടാവണം. ദുരന്തത്തിൽ അനാഥരായവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, വീടില്ലാത്തവർ, അവരോടൊപ്പം നിൽക്കണം, തുണയായും തണലായും എന്ന് ഓർമ്മപ്പെടുത്തലോടെ എൻ്റെ കൊച്ചുമോനെ അവസാനിക്കുന്നു.